ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാവാനുള്ള സാധ്യത ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കണക്റ്റഡ് ആണോ? തീർച്ചയായിട്ടും ഇതുമായിട്ട് റിലേഷൻ ഉണ്ട്. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഹോർമോണൽ ഫ്ലക്ച്വേഷൻ്റെ സമയത്ത് തന്നെ ബ്രസ്റ്റിൽ ലംസ് ഡെവലപ്പ് ആവാറുണ്ട്. സിസ്റ്റിക് ചേഞ്ചസ് എന്നതിന് പറയുക. സിസ്റ്റിക് ചേഞ്ചസ് ബോഡിയിൽ എവിടെയും വരാം. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബ്രസ്റ്റ് ക്യാൻസർ എല്ലാവർക്കും വരണമെന്നില്ല. ബ്രസ്റ്റ് ക്യാൻസർ വരാൻ സാധ്യതയുള്ള ആ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ നമ്മൾ ഐസൊലേറ്റ് ചെയ്യണം. അപ്പോൾ അത് നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ടൈമിൽ നമ്മൾ ഒരു കുട്ടിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏർലി മെനാർക്കി അഥവാ നേരത്തെ പീരീഡ് ആവുക അല്ലെങ്കിൽ ലേറ്റായിട്ട് മെനപ്പോസ് ആവുക, ഈസ്ട്രോജൻ എക്സ്പോഷർ കൂടുതലാണ്, കൂടുതൽ സാധ്യത അവിടെ വരുന്നുണ്ട്. അതുപോലെ ചൈൽഡ് ബിയറിങ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പം കുഞ്ഞിന് ഫീഡ് ചെയ്യുന്ന ഒരു സമയം, പ്രസവിച്ചു കുഞ്ഞിനെ ഫീഡ് ചെയ്യുന്ന ആ പീരീഡിലൊക്കെ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ സാധ്യത വളരെ കുറവാണ്. എന്നാൽ 35 വയസ്സ് കഴിഞ്ഞിട്ടും പ്രഗ്നൻ്റ് ആവാത്തൊരു സ്ത്രീനെ സംബന്ധിച്ച് അവിടെ ബ്രസ്റ്റ് ക്യാൻസറിനുള്ള സാധ്യതയുണ്ട്. പിന്നെ നമുക്ക് ഈ ലംസ് തിരിച്ചറിയാനുള്ള മാർഗ്ഗങ്ങളുണ്ടല്ലേ ഡോക്ടറെ? അതെ അതെ. അതുപോലെ തന്നെ എന്താ വെച്ചാൽ നമ്മളെപ്പോഴും പാല് കൂട്ടുന്ന അമ്മമാരിലാണ് ഇത് ഈ ബ്രസ്റ്റ് ക്യാൻസർ കുറഞ്ഞു വരാനുള്ള ചാൻസ് ഉള്ളത്. അപ്പോൾ കൃത്യമായിട്ട് ഇന്ന് പലപ്പോഴും എന്താ വെച്ചാൽ ഒരു സൗന്ദര്യത്തിൻ്റെ ഒക്കെ പ്രശ്നമായിട്ട് പാലൂട്ടൽ കുറഞ്ഞു വരികയാണ്. അപ്പം എപ്പോഴും ശ്രദ്ധിക്കുക, ബ്രസ്റ്റ് ക്യാൻസർ പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഏറ്റവും നല്ലൊരു ഉപാധിയാണ് കൃത്യമായിട്ട് നല്ല രീതിയിൽ നമ്മൾ പാല് കൊടുക്കുക എന്നുള്ളത്. കാരണം പാല് കൊടുക്കുന്നത് നമ്മുടെ ബ്രസ്റ്റ് ക്യാൻസർ കുറയ്ക്കാനുള്ള ഏറ്റവും നല്ലൊരു കാര്യമാണ്. പിന്നെ എപ്പോഴും നിങ്ങൾ പിന്നെ കുഞ്ഞ് ആയതിന് ശേഷം ഫീഡിങ് 6 മാസമായിട്ട് സ്റ്റോപ്പ് ചെയ്യുന്നവരുണ്ടാവും. അതാണ് ഡോക്ടർ എടുത്ത് പറയുന്നത്. 6 മാസം കഴിഞ്ഞാൽ കുഞ്ഞിന് മറ്റ് ഫുഡുകൾ കൊടുത്തു തുടങ്ങുമ്പോൾ ജോലിക്ക് പോകുന്നവരാകുമ്പോൾ ആ ഫീഡിങ് അബ്രപ്റ്റ്ലി സ്റ്റോപ്പ് ചെയ്യുന്നവരുണ്ട്. അത്തരം കേസുകൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അപ്പോൾ 2.5 വയസ്സ് വരെയെങ്കിൽ പാൽ കൊടുക്കുക. 3 വർഷം ഒരു ഗ്യാപ്പ് ഇട്ട് അടുത്ത കുഞ്ഞാകുമ്പോഴേക്കും ഇവർക്ക് അത്യാവശ്യം ഒരു എമൗണ്ട് ഓഫ് ഒരു 20 ഇയേഴ്സോളം ഇവർക്ക് ഇതിൻ്റെ ബുദ്ധിമുട്ടില്ലാതെ പോകും. പിന്നെ വേറെ ഒന്നുള്ളത് ഫാമിലി ഹിസ്റ്ററിയാണ്. അപ്പോൾ നിങ്ങളുടെ ഫാമിലി ഹിസ്റ്ററി ഓൾറെഡി ഉണ്ട്, പിന്നെ മദറിനുണ്ട്, അല്ലെങ്കിൽ ഫാദറിൻ്റെ സിസ്റ്ററിനുണ്ട്, അല്ലെങ്കിൽ ഗ്രാൻഡ് മദറിനുണ്ട്. ഇത്തരം കേസുകളൊക്കെ നമ്മൾ ഫസ്റ്റ് ഡിഗ്രി റിലേഷനിൽ വരുന്നവർക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും ലംബ് ബ്രസ്റ്റിൽ വരികയാണെങ്കിൽ നിങ്ങൾക്കത് സസ്പെക്റ്റ് ചെയ്യാം. അതുപോലെ CA19 എന്ന് പറഞ്ഞ ടെസ്റ്റ് ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് ചെയ്യാം. ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള മറ്റൊരു പ്രധാന റീസണാണ് നമ്മുടെ ഈ ഗർഭനിരോധന ഗുളികകൾ. ഇത്തരത്തിലുള്ള ഈ ഗർഭനിരോധന ഗുളികകൾ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ അല്ലാതെ തന്നെ പലപ്പോഴും വാങ്ങി കഴിക്കുന്ന വ്യക്തികളുണ്ട്. ഇത്തരത്തിൽ ഇത് സ്ഥിരമായിട്ട് കഴിക്കുന്ന വ്യക്തികളാണെങ്കിൽ അവർക്ക് ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള ഒരു ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ ഈ ആൾക്കാർക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട്, വേദനയുള്ള ലംസ് ആണെന്നുണ്ടെങ്കിൽ ആണ് ക്യാൻസറിലേക്ക് പോവുക, നല്ല പെയിൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ പേടിക്കണം. പക്ഷെ നേരെ തിരിച്ചാ. ജനറലി നമ്മളൊരു 80% ബ്രസ്റ്റ് ക്യാൻസർ കേസസിലും പെയിൻലെസ് ലംസ് ആണ് ഉണ്ടാവാറ്. തീരെ വേദന ഉണ്ടാവില്ല. നമ്മൾ എപ്പോഴും ഒരു ഇമ്മീഡിയറ്റ് ഒരു ട്രീറ്റ്മെൻറ്റിലേക്ക് പോകണം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എപ്പോഴാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ബ്രസ്റ്റിൽ നിന്ന് എന്തെങ്കിലും ഡിസ്ചാർജ് വരുന്നുണ്ട്, ഇപ്പം അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും റിട്രാക്റ്റഡ് ആയിട്ട് ഉള്ളിലേക്ക് വലിഞ്ഞിരിക്കുന്ന അവസ്ഥ ഉണ്ട്, ബ്രസ്റ്റ് മൊത്തത്തിൽ ഷ്രിങ്ക് ആവുന്നുണ്ട്, അല്ലെങ്കിൽ ബ്രസ്റ്റിൽ ഡിംപിൾസ് പോലെ ചെറിയ ചെറിയ കുഴികൾ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇത്തരം കേസുകളിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അതുപോലെ തന്നെ കക്ഷത്തിനകത്ത് മുഴകൾ ഫീൽ ചെയ്യുക, നമ്മുടെ കഴുത്തിൻ്റെ ഭാഗത്ത് മുഴകൾ ഫീൽ ചെയ്യുക, ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് അതിനനുസരിച്ചുള്ള ടെസ്റ്റുകളും ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുക്കേണ്ടതാണ്. പിന്നെ ഈ മെനപ്പോസ് കഴിയുമ്പോൾ തന്നെ ബ്രസ്റ്റ് മാസം ഒന്ന് കുറയും. ഇപ്പം നമുക്ക് യൂഷ്വലി ഉണ്ടായിരുന്ന ബ്രസ്റ്റ് മാസം ഉണ്ടാവില്ല, ബ്രസ്റ്റ് ഷ്രിങ്ക് ആവും, സാഗ് ചെയ്യും. അതൊക്കെ വലിയ പ്രശ്നങ്ങളാണ് പിന്നീട്. ഇപ്പം ഈ ദാമ്പത്യത്തിലെ പരാജയങ്ങൾ എന്ന് പറയുന്നത് ഒരുപാട് സ്ത്രീകൾ നമ്മളെ മെനപ്പോസിന് ശേഷം സമീപിക്കുന്നുണ്ട്. യൂഷ്വലി ഹസ്ബൻഡ് ആയിരിക്കും നമ്മുടെ അടുത്തേക്ക് വരിക. ഹസ്ബൻഡ് വന്നിട്ട് പറയുന്ന കാര്യം തന്നെ ഇവർക്ക് സെക്സിൽ തീരെ താല്പര്യമില്ല. രണ്ടാമത്തത് അവളറിയണ്ട, അവളുടെ ബ്രസ്റ്റ് ഇങ്ങനെ തൂങ്ങി കിടക്കുകയാണ്, അപ്പോൾ അതൊരു താല്പര്യക്കുറവുണ്ട്, അപ്പോൾ എങ്ങനെയെങ്കിലും ബ്രസ്റ്റ് മാസ് കൂട്ടാനുള്ള വല്ല മെഡിസിൻസും ഉണ്ടോ, ബ്രസ്റ്റ് പഴയ പോലെ ആക്കാനുള്ള മെഡിസിൻസ് ഉണ്ടോ ചോദിക്കും. ഇതെല്ലാം അവരുടെ ഹോർമോണൽ ചേഞ്ചസിൻ്റെ ഭാഗമായിട്ട് നല്ലൊരു ആരോഗ്യവതിയായ പീരീഡ് അവർക്ക് ഉണ്ടായിരുന്നു. അതിനുശേഷം ഈസ്ട്രോജൻ കുറയുന്നതിനനുസരിച്ച് അബ്രപ്റ്റ്ലി ഈസ്ട്രോജൻ സ്റ്റോപ്പ് ആവുന്ന ഒരു പീരീഡ് വരുമ്പോഴാണ് മെനപ്പോസ് എന്ന് പറയുന്നത്. അതിനുശേഷം ബ്രസ്റ്റ് ഷ്രിങ്ക് ആവും, അതിൽ ഫാറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ, ഗ്ലാൻഡുലാർ മാസൊക്കെ പോയിട്ടുണ്ടാവും, തൂങ്ങിയിട്ടുണ്ടാവും, നിപ്പിൾ താഴോട്ട് പോയിൻ്റ് ചെയ്തിട്ടുണ്ടാവും, കാണാൻ വലിയ ഭംഗിയൊന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല. പക്ഷേ ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ ഭർത്താക്കന്മാർ കൂടുതൽ അതിൽ ഇമോഷണലി ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പോൾ അത് ഇവർ പ്രസൻറ്റ് ചെയ്യും, വൈഫിൻ്റെ മുന്നിൽ നിന്ന് പ്രസൻറ്റ് ചെയ്താലും ഇല്ലാതെ പ്രസൻറ്റ് ചെയ്താൽ അത് അവർക്ക് മാനസികമായിട്ട് വീണ്ടും ബുദ്ധിമുട്ടുണ്ടാക്കും. എൻ്റെ ശരീരം ഒന്നിനും പറ്റില്ല, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഓക്കെ അല്ല, ഞാൻ പഴയ രീതിയിൽ ഭംഗിയില്ല എന്നുള്ള ഒരു ഇമോഷണൽ സ്ട്രെയിൻ അവരുടെ ഉള്ളിൽ കിടക്കുന്നുണ്ടാവും. അതുപോലെ ഡോക്ടറെ, കാരണം ഈ മെനോപോസൽ ഇഷ്യൂസ് വരുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ സിംറ്റംസിൻ്റെ കൂടെ തന്നെ അവർ സെക്സിൽ താല്പര്യം ഇല്ലാത്തൊരവസ്ഥ വരും. കാരണം ഈ ഹോർമോൺ കുറയുന്നത് മൂലം തന്നെ അവർക്ക് പെയിൻ ആയിരിക്കും, പലപ്പോഴും ബന്ധപ്പെടുന്ന സമയത്തൊക്കെ പെയിൻ ഫീൽ ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ഈ
ഇൻട്രസ്റ്റ് ഇല്ലായ്മ, ഇതൊക്കെ ഈ ഹോർമോൺ ഇംബാലൻസ് മൂലം വരുന്നതാണ്. അതുപോലെ അത് തന്നെ അവരിലിപ്പോൾ ഡോക്ടർ പറഞ്ഞ മാതിരി അവരിൽ തമ്മിൽ ഹസ്ബൻഡും വൈഫും തമ്മിൽ ഭയങ്കര കോൺഫ്ലിക്റ്റ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. പലപ്പോഴും ഹസ്ബൻഡ്സ് വിളിച്ചിട്ട് പറയാറുണ്ട്, ഡോക്ടർ ഇങ്ങനെ വൈഫിന് ഇങ്ങനെ ഒരു ഇഷ്യൂസ് ഉണ്ട്, നിങ്ങൾ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ പലപ്പോഴും ഇങ്ങനത്തെ കേസിൽ നമ്മൾ ഹസ്ബൻഡിനും കൂടെ വിളിച്ചിട്ട് ഒരു നല്ലൊരു കൗൺസിലിംഗ് എന്നുള്ള രീതിയിലാണ് നമ്മളത് ഫോളോ അപ്പ് ചെയ്യാറുള്ളത്. അതിൽ തന്നെ ചില ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു സംശയം കൂടിയുണ്ട്, മെനോപോസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെക്സ് ഇനി പാടില്ല എന്നുള്ള, അല്ലെങ്കിൽ പലപ്പോഴും സെക്സ് ചെയ്യാൻ പാടുണ്ടോ എന്ന് ആളുകൾ ചോദിക്കാറുണ്ട്. തീർച്ചയായിട്ടും മെനോപോസ് കഴിഞ്ഞു കഴിഞ്ഞാലും സെക്ഷൽ ലൈഫ് സാധ്യമാണ്. അതിൽ തന്നെ ആളുകൾ ഇത്തരത്തിൽ ഈ ഡിസ്പെരോണിയ, അതായത് വേദന ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടുകൾ, അതുപോലെ തന്നെ ലൂബ്രിക്കേഷൻ കുറയുന്ന ഒരു കണ്ടീഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നമ്മൾ എന്താ വെച്ചാൽ അതിനനുസരിച്ചുള്ള ജെല്ലുകൾ യൂസ് ചെയ്യുകയും അതുപോലെ തന്നെ മോയ്സ്ചറൈസ് ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യുകയും അതോടൊപ്പം തന്നെ പങ്കാളിയായിട്ട് നല്ലൊരു തുറന്ന ആശയവിനിമയം ഉണ്ടാവുക. പലപ്പോഴും ഈ മെനോപോസിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ സെക്സിന് വേറൊരു പോസിറ്റീവ്നെസ് എന്താ വെച്ചാൽ പ്രഗ്നൻസി ഉണ്ടാവില്ല എന്നുള്ളൊരു ആശയം കൂടി ഉള്ളത് കൊണ്ട് തന്നെ അത് കുറച്ചും കൂടി നല്ല രീതിയിലാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇത്തരത്തിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ലൂബ്രിക്കൻസുകളൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. യൂഷ്വലി നമ്മൾ ഇതിനെ കാണേണ്ടത് പോസിറ്റീവായിട്ടും പല കാര്യങ്ങൾ നമുക്ക് വീക്ഷിക്കാം. എപ്പോഴും നമ്മൾ നെഗറ്റീവായി ചിന്തിക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ. ഇതൊരു സെക്കൻഡ് ഫേസ് ഓഫ് ഹണിമൂൺ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ആ ഒരു പീരീഡ് എന്ന് പറയുമ്പോൾ കുട്ടികൾ, അതെ, ചെറുപ്പത്തിൽ കുട്ടികൾ ഒരു വിഷയമാണ്. സെക്സിനെ സംബന്ധിച്ച് സെക്സ് ചെയ്യാൻ നേരം കുട്ടികൾ ഉറങ്ങിയോ എന്നുള്ള പേടി. പലപ്പോഴും നമ്മുടെ ഇന്ത്യൻ കൾച്ചറിൽ 10-15 വയസ്സ് വരെ കുട്ടികൾ എന്നെ കാണാൻ വന്നൊരു കപ്പിള് ഒരു സ്ത്രീ പറഞ്ഞ പരാതിയാണ്. ഒരു വളരെ യങ് ആയിട്ടുള്ള സ്ത്രീയാണ്, 38 വയസ്സുള്ളൊരു സ്ത്രീയാണ്. ആ സ്ത്രീ പറഞ്ഞത്, ഞങ്ങൾക്ക് കഴിഞ്ഞ ഒരു വർഷത്തിൽ 4 കോണ്ടാക്റ്റാണ് ആകെ ഉണ്ടായിട്ടുള്ളത്. ഞാൻ ആകെ അത്ഭുതപ്പെട്ടു പോയി. 4 കോണ്ടാക്റ്റ്. അപ്പോൾ ഇവർ തമ്മിൽ എന്തെങ്കിലും മാനസിക പൊരുത്തക്കേടുകൾ ഉണ്ടാവും എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ പ്രശ്നം അതല്ല. അവരുടെ 16 വയസ്സുള്ള മകള് അവരുടെ കൂടെയാണ് കിടക്കുന്നത് ഇപ്പോഴും. അത് ഒരു ഉപ്പക്കുട്ടിയാണ്. അവളൊരു ഉപ്പക്കുട്ടി, അവിടുന്ന് പോവുകയില്ല, ഉപ്പാൻ്റെ കൂടെ കെട്ടിപ്പിടിച്ച് തന്നെ കിടക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ആ ഫാദറിനെ വിളിച്ചു, ഞാൻ അവരുടെ ഹസ്ബൻഡിനെ വിളിച്ച് ഒറ്റയ്ക്ക് ഞാനൊന്ന് സംസാരിച്ചിട്ട് പറഞ്ഞു, തീർച്ചയായിട്ടും നിങ്ങളെ കുട്ടീനെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കിടത്താനുള്ള സമയമായി. അത് ശരിയല്ല. നിങ്ങളുടെ വൈഫിനോട് ചെയ്യുന്നതും ശരിയല്ല, മകളോട് ചെയ്യുന്നതും ശരിയല്ല. അപ്പം പലർക്കും ഉള്ളൊരു ധാരണയാണ് മെനപ്പോസിന് ശേഷം പിന്നീട് സെക്സ് പാടില്ല, അല്ലെങ്കിൽ അവര് പിന്നെ വേറെ കിടക്കണം. ഇപ്പം നമ്മൾ ചെറുപ്പം തൊട്ടേ കുട്ടികളുടെ മുന്നിൽ ഫാദറും മദറും ഹസ്ബൻഡും വൈഫും ഒരുമിച്ച് ഇടപഴകുന്നതും കെട്ടിപ്പിടിക്കുന്നതും കുട്ടികൾ കാണുന്നത് വലിയ പ്രശ്നമാണ്. എന്നാൽ ഈ ഫാദറും മദറും തമ്മിൽ തല്ലുകൂടുന്നത് കുട്ടികളുടെ മുന്നിൽ വെച്ചിട്ടായിരിക്കും. അത് ആർക്കും പ്രശ്നമല്ല. അത് കുട്ടികൾ പഠിക്കുന്നത്, അത് കണ്ടുപഠിക്കുന്നുണ്ടെങ്കിൽ കുട്ടികൾ കാണുന്നുണ്ട് എന്നുള്ള ടെൻഷനില്ല. എന്നാൽ ഈ അച്ഛനും അമ്മയും ഒന്ന് ഉമ്മ വെക്കുകയോ അല്ലെങ്കിൽ ഒന്ന് കെട്ടിപ്പിടിക്കുകയോ ചെയ്യുമ്പോഴേക്കും കുട്ടികൾ കാണുന്നുണ്ട്. ഈ ഒരു ആറ്റിറ്റ്യൂഡിലാണ് നമ്മുടെ ഒരു തലമുറയിലെ ഇപ്പോഴും നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികളിലും ആ കാഴ്ചപ്പാടാണ് ഉണ്ടാകുന്നത്. അപ്പം മെനപ്പോസ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ സ്ത്രീകളും സ്വയം അങ്ങനെയാണ് കരുതുന്നത്. അതെ ഡോക്ടറെ, കാരണം എന്താ വെച്ചാൽ ഒ പിയിൽ വന്നിട്ടുണ്ടായിരുന്ന ഒരു സ്ത്രീ, ഒരു 50+ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ആ സ്ത്രീ ഹസ്ബൻഡ് എന്നോട് ഈ ഒരു ഇഷ്യൂസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവരുടെ വൈഫിന് തീരെ സെക്സിന് താല്പര്യമില്ലാന്ന്. അപ്പോൾ ഈ സ്ത്രീ പറയണ്ടായി, ഒരു 50+ ആയിട്ടുള്ള സ്ത്രീ പറയണ്ടേ, ഡോക്ടർ എങ്ങനെയാ മരുമക്കളൊക്കെ ഉണ്ട് വീട്ടിൽ, അപ്പോൾ എങ്ങനെയാ അവരുടെ മുന്നിൽ വെച്ചിട്ടൊക്കെ എന്താ വെച്ചാൽ ഇങ്ങനെ ഹസ്ബൻഡിൻ്റെ കൂടെ കിടക്കാനൊക്കെ പാടുണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പാടുണ്ടോ എന്നുള്ളൊരു തോന്നലാണ്. കാരണം സമൂഹത്തിൻ്റെ ഇടയിൽ തന്നെ എന്താ വെച്ചാൽ ഒരു 50+ ഒക്കെ ആകുമ്പോഴേക്കും തന്നെ ഹസ്ബൻഡും വൈഫും സെപ്പറേറ്റഡ് ആയിട്ട്, കാരണം ഇത് നീ മെനോപോസ് കഴിഞ്ഞു കഴിഞ്ഞാൽ സെക്സ് പാടില്ല എന്നുള്ളൊരു ധാരണയാണ്. അതെ, തീർച്ചയായിട്ടും അങ്ങനെ ഒരു ചിന്താഗതി നമുക്കിടയിൽ തന്നെ ഉണ്ട്. നമ്മൾക്ക് തന്നെ ഇപ്പം നമ്മൾ വളർന്ന സാഹചര്യം അങ്ങനെ തന്നെയാണ്. ഇനിയുള്ള തലമുറയെ നമ്മൾ വളർത്തുന്ന പോലെ ഇരിക്കും നാളെ എങ്ങനെയാണ്. പക്ഷേ മെനോപോസ് കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി സെക്സ് ആസ്വാദികരമാവാം എന്നുള്ളതാണ്. ചെറിയ കുട്ടികളില്ല പീരീഡിൽ. ഇനി വല്ല മക്കളും ഉണ്ടെങ്കിൽ തന്നെ ഒന്നെങ്കിൽ പഠിക്കാൻ പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ കല്യാണം കഴിച്ചു വിട്ട മക്കളായിരിക്കും. ഇവർ വീണ്ടും സെൽഫായിട്ടുള്ള ഒറ്റയ്ക്കുള്ള ഒരു ജീവിതം ആസ്വദിച്ച് തുടങ്ങേണ്ട ഒരു സമയമാണ് ഈ പീരീഡിൽ. ഈ സ്ത്രീക്ക് അവരുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യം മെച്ചപ്പെടുത്താനുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. അതിൽപ്പെട്ടതാണ് യോഗ സ്ഥിരമായിട്ട് ചെയ്യുന്നത് നല്ലതാണ്. നമ്മൾക്ക് ഉള്ളിൽ എന്തെങ്കിലും അപകർഷതാബോധങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതെല്ലാം നമുക്ക് കുറയ്ക്കാൻ പറ്റും ഈ ഒരു പീരീഡിൽ. ഡെയിലി എക്സസൈസുകൾ ഇതാക്കുക. കാരണം ഹസ്ബൻഡും വൈഫും കൂടെ എക്സസൈസ് ചെയ്യുന്നത് അവരുടെ ബോണ്ടിങ് കുറച്ചും കൂടി നല്ല രീതിയിലാവാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ അവരുടെ ഡയറ്റിലൊക്കെ നല്ല രീതിയിൽ അവരുടെ ആരോഗ്യത്തിന്, കാരണം ഓസ്റ്റിയോപോറോസിസും ഹാർട്ട് ഡിസീസൊക്കെ വരാനുള്ള ഒരു ചാൻസ് കൂടുതലുള്ളത് കൊണ്ട് തന്നെ അവരുടെ ഡയറ്റും അത്തരത്തിൽ ഹസ്ബൻഡും വൈഫും കൂടെയൊക്കെ ഷെയർ ചെയ്ത് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ഫോളോ ചെയ്യാവുന്നതാണ്.